നമസ്കാരം. ഭഗവാനെ, ഈശ്വര, നല്ലത് ചെയ്താ നല്ലത് കിട്ടണേ. നമസ്കാരം. ഒരു പരമ ചെറ്റയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആദ്യം തന്നെ അവൻ്റെ ഐഡിയുടെ പേര് വരെ ഞാൻ ഇതിനകത്തിൽ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് അവൻ്റെ ദുഷിച്ച മനസ്സ് കൊണ്ടുവന്ന് എൻ്റെ വീഡിയോയുടെ അടിയിൽ എന്തിനെ കൊണ്ടുവന്ന് എഴുതി വെച്ചങ്ങോട്ട് കിടന്ന ചെറ്റ. നീ എന്തിനാണ് നിൻ്റെ ദുഷിപ്പെല്ലാം കൂടെ എൻ്റെ നേർക്ക് തീർക്കാൻ പറ്റുന്ന പരമ ചെറ്റ നാറി. 2 സെന്റ് സ്ഥലം വിറ്റിട്ടാണെങ്കിലും നിങ്ങൾ ലോകം കാണാനിറങ്ങണം എന്ന നഫീസുമ്മ. എങ്ങനെ ഇരിക്കണം? നമ്മളെല്ലാം ഏറെ സന്തോഷത്തോടെ കണ്ട് ആസ്വദിച്ച ചുരുക്കം 2 പേർക്കെങ്കിലും അയച്ചു കൊടുത്തിരിക്കാൻ സാധ്യതയുള്ള ആ വീഡിയോ കണ്ട അസ്വസ്ഥരായ ചിലരുമുണ്ട്. ഇത് സ്വർഗമാണെന്ന് സങ്കല്പിക്കണം. ആദ്യമായി നീ മനസ്സിലാക്കേണ്ടത് സ്വർഗമാണ്. ഇതല്ല, അവിടുത്തെ മണ്ണ് കുങ്കുമം കൊണ്ടാണ്. പിന്നെ ഇഷ്ടിക സ്വർണവും വെള്ളി കൊണ്ടുള്ളതാണ്. ഇതല്ല, സ്വർഗത്തിലെ ഏത് മരവും എഴുന്നേറ്റ് നിൽക്കുന്നു. അതിന്റെ ചുവട് എവിടെയാ? സ്വർണ്ണ നിർമ്മിതമാ, ഗോൾഡൻ. ഇതല്ല. ഇനി വാരിങ്ങനെ ഇടാണ് മൂപ്പത്തി. ചിലപ്പോ അത് ഈ നാട്ടുകാരനെ ആവാൻ പറ്റും. എനിക്ക് വ്യക്തിപരമായി ആരോടും വിദ്വേഷമല്ല. സ്വർഗത്തിൽ പോണ്ടേ? എനിക്ക് അപ്പോഴേ തോന്നി വണ്ടി അങ്ങടെ പോണേ. 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ടുണ്ട്. ഒരു വല്യമ്മ ഏതെങ്കിലും മൂലയിരുന്ന് സനാത്തന്തി കുറുഞ്ചെല്ലണീന് പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്ക് മഞ്ഞ് കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എന്റെ മുമ്പിലുള്ളവർ. സ്വർഗത്തിൽ പോണ്ടേ? മഞ്ഞ് വാരിയിട്ട് ഫാത്തിമോ ആവാ, ഖദീജു ആവാ, ആദറ, സഫിയ, നസീമ, സക്കീന. ഇതൊക്കെയാണ് ജീവിതം എന്ന് പറഞ്ഞിട്ട്. ഇതാണ് പ്രശ്നം. സുഖമില്ലാത്ത ആളാ. അബ്ദുൽ സലാം എന്ന മതപണ്ഡിതൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അബ്ദുൽ സലാം, സ്വർഗത്തിൽ ഒരു വീട് എന്ന് പറഞ്ഞാൽ 70 റൂമുണ്ടാവും. ഇതല്ല. ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന്റെ വിശാലമായ ആശയലോകം അത് സ്ത്രീ പുരുഷനെ സംബന്ധിച്ച് മാത്രമല്ല, ഇസ്ലാമിന്റെ എല്ലാ കാഴ്ചപ്പാടുകൾക്കും ഓരോരുത്തർക്കും അവരുടേതായ അവകാശങ്ങൾ കൃത്യമായി വകവെച്ച് നൽകിയിട്ടുള്ള ഒരു മതമാണ് ഇസ്ലാം. സ്ത്രീ പുരുഷ സമത്വം, ലിംഗ സമത്വം അത് ഒരിക്കലും ഇസ്ലാമികമല്ല, ബുദ്ധിപരമല്ല, മനുഷ്യത്വപരമേ അല്ല. രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ കയറി ഭക്ഷണമുണ്ടാക്കി പാത്രങ്ങൾ കഴുകി മുറിയൊക്കെ അടിച്ചിട്ട് മുറിയൊക്കെ തുടച്ചിട്ട് കുടുംബാംഗങ്ങൾക്ക് ഭക്ഷണം വിളമ്പുമ്പോ ആയിരെന്നു വിളിക്കല്ലേ ചേട്ടാ.